നമസ്കാരം. തന്നെ ഒന്ന് പുറത്താക്കാൻ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിക്കുകയാണ് ശശി തരൂർ. നിരന്തരം പാർട്ടിക്കെതിരെ വിവാദ പരാമർശങ്ങൾ നടത്തി, നിരന്തരം നരേന്ദ്രമോദിയെയും BJP നേതാക്കളെയും പുകഴ്ത്തിയിട്ടും എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി തന്നെ പുറത്താക്കുന്നില്ല എന്നാണ് തരൂർ ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസമാകട്ടെ വിമർശനം ഒരു പരിധി കൂടി കടന്ന് ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും പോലും ശശി തരൂർ വിമർശിച്ചു. LK അദ്വാനിക്ക് ജന്മദിനാശംസകൾ നേരുകയും LK അദ്വാനിയെ പുകഴ്ത്തുകയും ചെയ്തതിന് പിന്നാലെ കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്ന് ചില വിമർശനങ്ങൾ തരൂരിനെതിരെ ഉയർന്നു. ഈ വിമർശനത്തിനുള്ള മറുപടിയായിട്ടാണ് ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവത്തിന്റെ പേരിൽ ഒരാളെ പൂർണ്ണമായും ഇകഴ്ത്തുകയാണെങ്കിൽ ആദ്യം ഇകഴ്ത്തേണ്ടത്, ആദ്യം തെറ്റു പറയേണ്ടത്, ആദ്യം ആരോപണം ഉന്നയിക്കേണ്ടത് ജവഹർലാൽ നെഹ്റുവിനെതിരെയാണ്. ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടതിന്റെ കാരണക്കാരൻ ജവഹർലാൽ നെഹ്റുവാണ്. അതുപോലെ അടിയന്തരാവസ്ഥയുടെ ഉത്തരവാദിയായ ഇന്ദിരാഗാന്ധിയെയും നമ്മൾ കുറ്റപ്പെടുത്തണം. ബാബറി മസ്ജിദ് പൊളിച്ച സംഭവത്തിൽ അദ്വാനി, ആ ഒരു സംഭവത്തിന്റെ പേരിൽ അദ്വാനിയെ ജീവിതം മുഴുവൻ ഇകഴ്ത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ രണ്ട് സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ രണ്ടുപേരെ, അതായത് ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും നമ്മൾക്ക് ഇകഴ്ത്തി പറയേണ്ടി വരുമെന്നാണ് ശശി തരൂർ തുറന്നടിച്ചത്. എന്തായാലും തരൂരിന്റെ പോക്ക് BJPയിലേക്കാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. എങ്ങനെയെങ്കിലും കോൺഗ്രസ് തരൂരിനെ പുറത്താക്കണം, ഇതാണ് തരൂർ ആഗ്രഹിക്കുന്നത്. അതിന് പിന്നാലെ BJPയുമായി ഒരു ബാന്ധവം ഉണ്ടാക്കണം. എന്നാൽ തങ്ങൾ അങ്ങനെ പുറത്താക്കിയ ശേഷം ഒരു വീരപരിവേഷത്തോടെ BJPയിലേക്ക് പോകേണ്ടതില്ല തരൂർ. വേണമെങ്കിൽ സ്വയം രാജിവെച്ച് പോകട്ടെ, ഇതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലങ്ങളായി നിരന്തരം നരേന്ദ്രമോദിയെ പുകഴ്ത്തുകയാണ് ശശി തരൂർ. ഒരു മോദി ഫാനാണ് താനെന്ന് വരെ പരസ്യമായി ശശി തരൂർ പറഞ്ഞു. അത് മാത്രവുമല്ല, ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ നയങ്ങൾ വിശദീകരിക്കാൻ നിയോഗിച്ച പ്രതിനിധി സംഘത്തിലെ പ്രധാനിയായിരുന്നു ശശി തരൂർ. നരേന്ദ്രമോദിയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ശശി തരൂരിനെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ പ്രതിനിധിയായി അയച്ചത്. അവിടെയൊക്കെ തന്നെ എന്തായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ സ്റ്റാൻഡ്, ഓപ്പറേഷൻ സിന്ദൂർ എന്തുകൊണ്ട് ഉണ്ടായി, ഓപ്പറേഷൻ സിന്ദൂർ നടത്തേണ്ടി വന്ന സാഹചര്യം, പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരവാദം, ഇതിനെയൊക്കെ തന്നെ കൃത്യമായി ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ശശി തരൂരിന് കഴിഞ്ഞു. അതോടുകൂടി തന്നെ ഇന്ത്യയുടെ പ്രതിച്ഛായ വർദ്ധിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. BJP സംബന്ധിച്ച് തരൂരിന്റെ വരവ് വലിയ താല്പര്യത്തോടെയാണ് BJP കാണുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തി, അടുത്ത മോദി മന്ത്രിസഭയിൽ അല്ലെങ്കിൽ ഈ മോദി മന്ത്രിസഭയിൽ തന്നെ വേണമെങ്കിൽ ഒരു കേന്ദ്ര ക്യാബിനറ്റ് പദവി, ഇതൊക്കെ തരൂരിന് BJP നൽകും. അതുമാത്രവുമല്ല, കേരളത്തിലെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് തരൂരിന്റെ വരവ് വളരെയധികം സ്വാധീനം ചെലുത്തുമെന്ന് BJP കരുതുന്നു. പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയിൽ മാത്രവുമല്ല, കേരളത്തിൽ അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ ശശി തരൂരിനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് BJPക്ക് പ്രചരണം നടത്താനും കഴിയും. പക്ഷേ തരൂർ BJPയിലേക്ക് യാതൊരു ഡിമാൻഡും വയ്ക്കാതെ വരണമെന്നുള്ളതാണ് BJPയുടെ ആഗ്രഹം. അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.